ബംഗാളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ബി.ജെ.പി. തൃണമൂൽ നേതാക്കൾ തമ്മിൽ ശക്തമായ വാദപ്രതിവാദങ്ങളായിരുന്നു നടന്നിരുന്നത്. നേതാക്കൾ തമ്മിലുള്ള വിമർശനങ്ങൾ സാധാരണ പ്രവർത്തകർ തമ്മിൽ സംഘർഷങ്ങളിലും കൊലപാതകങ്ങളിലും വരെ എത്തി നിൽക്കുകയാണ്. ബംഗാളിൽ ബി.ജെ.പിയുടെ വിജയം സംഘർഷം മുൻപത്തേക്കാൾ രൂക്ഷമാക്കിയിരിക്കുകയാണ്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തുന്നിടത്തെല്ലാം ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നുള്ളത്. കഴിഞ്ഞ ദിവസം 24 നോർത്ത് പർഗാനയിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടയിൽ ജയ് ശ്രീറാം വിളിച്ച് തന്നെ തടയാൻ ശ്രമിച്ച ബി.ജെ.പി. പ്രവർത്തകരെ കാറിൽ നിന്നിറങ്ങി മമതാ ബാനർജി നേരിടുകയായിരുന്നു. കാറിൽ കയറുന്നതിനിടയിൽ ജയ് ശ്രീറാം വിളിച്ച് അടുത്തേക്ക് വന്ന ബി.ജെ.പി. പ്രവർത്തകരെ മമത ശക്തമായി എതിർത്തിരുന്നു. 2 തവണ കാറിൽ നിന്നിറങ്ങിയ മമതാ ബാനർജി തനിക്കെതിരെ ജയ് ശ്രീറാം വിളിക്കുന്നവർക്ക് നേരെ തട്ടിക്കയറുകയും ജയ് ശ്രീറാം വിളിക്കുന്നവരുടെ പേര് എഴുതിയെടുക്കാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. മമത കാറിൽ നിന്നിറങ്ങിയതോടെ പ്രതിഷേധക്കാർ പിന്തിരിയുകയും ചെയ്തിരുന്നു. ബംഗാളിന് പുറത്തുനിന്നെത്തിയ ചിലരാണ് തനിക്കെതിരെ ജയ് ശ്രീറാം മുഴക്കി പ്രതിഷേധിക്കുന്നതെന്ന് മമതാ ബാനർജി വാർത്താ ഏജൻസിയായ ANA-യോട് വ്യക്തമാക്കി. തൃണമൂൽ ബി.ജെ.പി. സംഘർഷം രൂക്ഷമായ ബഡ്പരയിലൂടെ മമതാ ബാനർജിയുടെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോഴായിരുന്നു പ്രതിഷേധം. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ബി.ജെ.പി. നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ നൈഹാദിയിൽ തൃണമൂൽ സംഘടിപ്പിച്ച ധർണയിൽ പങ്കെടുക്കാൻ പോയതാണ് മമതാ ബാനർജി. നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാതെയായിരുന്നു മമതയുടെ ധർണ. ജയ് ശ്രീറാം വിളിയും പ്രതിഷേധവും ശക്തമായതോടെ മമതാ ബാനർജി കാറിൽ നിന്നുമിറങ്ങി പ്രതിഷേധക്കാരോട് കയർത്ത് സംസാരിക്കുകയായിരുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തി ഞങ്ങളെ അപമാനിക്കാമെന്ന് കരുതിയോ എന്നതാണ് മമതാ ബാനർജിയുടെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.